ഹായ് ഫ്രണ്ട്സ്, ഈ നട്ടപ്പാതിരയ്ക്ക് ഞങ്ങൾ ഗേറ്റിൽ പെട്ട് കിടക്കുകയാണ് കേട്ടോ, റെയിൽവേ ഗേറ്റിൽ. അപ്പോൾ ഞങ്ങളൊന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ വഴി 100 വട്ടം ഞാൻ പറഞ്ഞതാണ് ഇതിലൂടെ വന്ന ഗേറ്റ് കിട്ടും, വരണ്ടാന്ന്. പക്ഷെ ആൾ കൂട്ടാക്കിയില്ല. ഗേറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്തായി, ഇവിടെ എത്തിയപ്പോഴേക്കും ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങളിതാ വണ്ടി പോകുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു വണ്ടി മെല്ലെ മെല്ലെ ഇഴഞ്ഞ് നീങ്ങിയത് കേട്ടോ. അങ്ങനെ അതും പോകണത് നോക്കി ഇങ്ങനെ നിന്നു. ഇച്ചക്കുട്ടനാണെങ്കിൽ ട്രെയിൻ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. അവൻ ട്രെയിൻ കണ്ടപ്പോൾ അച്ഛ അമ്മ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ നോക്കി ടാറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞാണ്. ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇതാ ട്രെയിനിൽ പോയപ്പോൾ ഗേറ്റ് തുറന്നു. അങ്ങനെ ഞങ്ങളിതാ മെല്ലെ മെല്ലെ പോവാണ് കേട്ടോ. വേറെ ഇങ്ങോട്ടുമല്ല പോണത്, നാളെ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അന്ന് വീട് കാഴ്ചയുടെ വീഡിയോനായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. ഏട്ടൻ്റെ പെങ്ങളുടെ മകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കടയ്ക്ക് കയറി. അവിടെ കയറിയപ്പോൾ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. എൻ്റെ സൈസിനും കറക്റ്റായത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർക്കുള്ളതും വർക്കില്ലാത്തത് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കി. ഇച്ചുകുട്ടൻ അപ്പോഴേക്കും അവിടെ ഒരു ഫ്രണ്ടിന് കിട്ടി. അവൻ എവിടെ പോയാലും കിട്ടുമല്ലോ. അങ്ങനെ അവിടെ തപ്പിയിട്ട് ഇതാ വേറൊരു കടയ്ക്ക് പോയി. അവിടെ കിട്ടാത്തപ്പോൾ വേറൊരു കടയ്ക്ക് പോയി. അപ്പോൾ അച്ഛൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ ഇച്ചുകുട്ടൻ. അങ്ങനെ അച്ഛൻ വരുന്ന കണ്ടപ്പോൾ അവന് സന്തോഷമായി. എവിടെ പോയാലും പിന്നെ അച്ഛൻ്റെ അടുത്തൊന്നും മാറില്ല കേട്ടോ. അപ്പോൾ എന്നോട് എടുക്കണ്ടെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വേറൊരു കടയ്ക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞ് ലാസ്റ്റ് കടയിൽ നിന്ന് ഡ്രസ്സ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഗേറ്റിൽ വിട്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്നും ട്രെയിന് പോകുന്നത് കാത്തങ്ങനെ നിന്നു. ട്രെയിന് പോയപ്പോൾ പതിയെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. കുറേ ദിവസമായി ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ചായ കുടിച്ചിട്ട് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തുള്ള കടയ്ക്ക് പോയി. വീടിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ജ്യൂസ് വേണോ ചായ വേണോ എന്നുള്ളൊരു ഡൗട്ടിലായിട്ടോ. അങ്ങനെ ഇതാ ചായ പറഞ്ഞു. പിന്നെ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കോഫി പറഞ്ഞു കേട്ടോ. പിന്നെ ഇച്ചുകുട്ടന് ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഏട്ടൻ ഫ്രൂട്ടിയും ഡയറി മിൽക്കും ഒക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചൂടുള്ള കോഫി വന്നു. അപ്പോൾ ഞാനൊരു കട്ട്ലേറ്റും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ട്ലേറ്റും വന്നു. അത് സോസൊക്കെ കൂട്ടിയൊരു പിടി പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇച്ചുകുട്ടനെ കട്ട്ലേറ്റ് വേണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഡയറി മിൽക്ക് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിക്കൊന്നുമില്ല കേട്ടോ, വെറുതെ വാങ്ങിച്ചതാണ്. അതെന്തായാലും എനിക്കുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ഒരു കടി കടിച്ച് അവിടെ വെച്ചു. പിന്നെ എൻ്റെ കട്ട്ലേറ്റിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടത് കേട്ടോ. അത് ആ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ അതിനെ അടിച്ച് ഓടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ആ വീട്ടിലെത്തി. ഞാൻ ഈ ഒരു മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മിഠായി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ ഇത് കുറേ ഞാൻ തപ്പി നടക്കുമായിരുന്നു ഈ മിഠായി. അങ്ങനെ അത് ഇവിടെ കണ്ടപ്പോൾ ഞാനത് 2-3 വാങ്ങിച്ചു. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സാധനത്തിന് ബാദുഷ എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് കേട്ടോ, കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ബ്രോസ്റ്റഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ബ്രോസ്റ്റഡും മിഠായിയൊക്കെ കഴിച്ചിട്ട് പിന്നെ സുഖമായിട്ട് കടന്നുറങ്ങി.